CNS മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6.2 സെന്റ് സ്ഥലത്ത് കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള നല്ല പുതിയൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിലെ 3 ബെഡ്റൂമാണുള്ളത്. ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ടാറിട്ട റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ 2 ഭാഗത്തും റോഡാണ് വരുന്നത്. മെയിൻ ഗേറ്റ്, സ്ലൈഡിംഗ് ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുറ്റം ഏകദേശം ഒരു 90%, 90% ഭാഗം ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട്. നല്ല പുതിയ രീതിയിൽ ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട്. ഇവിടെ ഗാർഡനൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റെപ്പ് വേറെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടംപററി സ്റ്റൈലുള്ള നല്ലൊരു ന്യൂ ഹോമാണ്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടാണ്. പില്ലറിലൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഡിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ മുകൾ ഭാഗം റൂഫ് ചെയ്തിട്ടുള്ളത് ഓടാണ്. മറ്റുള്ള 2 ബെഡ്റൂം, ഹാള് ഇതെല്ലാം ടെറസ് തന്നെയാണ്. ഫ്രണ്ട് ഭാഗവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല മുറ്റൊക്കെ ഉണ്ട്. വീട്ടിലെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണിന്റെ ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിലെ വിൻഡോസ് എല്ലാം സാധാരണ രീതിയിലല്ല, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോസുകളാണ്. സ്ലൈഡിംഗ് ആണ് ഇതിൻ്റെ പൊളികളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസിലുള്ള വലിയ ഡോർ തന്നെയാണ്. കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഒരു എൽ ഷേപ്പിലുള്ള വലിയൊരു ഹാളാണ്. വീട്ടിലെ 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വലിയ ഹാള്, സിറ്റ് ഔട്ട്, കിച്ചൺ, ഇത്രയും ഫെസിലിറ്റിയാണുള്ളത്. ഇനി ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിൻഡോസ് ആണ്. ഇതിൻ്റെ ജനലിൻ്റെ ഈ സ്ലൈഡിങ് പൊളികളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്ലെയിൻ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല ഭംഗിയുള്ള കർട്ടൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിലവിൽ ഈ കർട്ടൺ ഇതിൽ ഊരി വെച്ചതാണ്. കർട്ടണുള്ള പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കർട്ടൺ ഫിറ്റ് ചെയ്യാനുള്ള റെയിലൊക്കെ ഉണ്ട്. ആളിൽ തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബോക്സ് ടൈപ്പ് വാഷ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ പിന്നിലായിട്ടൊരു കോമൺ ബാത്റൂമാണ് വരുന്നത്. ഇനി ബെഡ്റൂമുകൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ബെഡ്റൂം. 10, 10, 10, 11, 12, 10 ഇങ്ങനെ 3 സൈസിലുള്ള ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഹാളിലെ കോമൺ ബാത്റൂം നല്ല ഫുള്ളായിട്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഈ വിൻഡോസിനെല്ലാം കർട്ടൻസ് ഉണ്ട് കേട്ടോ. നിലവിൽ ഈ കർട്ടനെല്ലാം ഊരി വെച്ചതാണ്. അത് ഫിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ക്ലേ ഓടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിഭാഗം സീലിംഗ് ചെയ്യണം എങ്കിൽ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാൻ കഴിയും. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ഒരു ക്ലോസറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. നല്ല മോഡേൺ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകൾ ഭാഗം ബോക്സ് രീതിയിലുള്ള സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗങ്ങളും നല്ല കവേർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് ഗ്രാനൈറ്റിലാണ്. നല്ല സ്ലൈഡിങ് രീതിയിലുള്ള ഒരുപാട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു പാസേജ് ഏരിയ ഉണ്ട്. നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അതിന് സൗകര്യമുണ്ട്. മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതാണ്. ഇനി വീടിൻ്റെ അടുക്കള ഭാഗമാണ്. ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തുള്ള ഒരു വ്യൂ ആണിത്. വീടിൻ്റെ പിൻഭാഗം. $6.2 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ 960, 70 ആ ഒരു കാറ്റഗറിയിൽ വരും. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള
കണ്ടംപററി ഡിസൈനിൽ ചെയ്തിട്ടുള്ള പുതിയ വീട് കേട്ടോ, താമസിച്ചിട്ടില്ല. ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ വീടാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് ഈ ഒരു പ്ലോട്ടിൽ കിണർ കുഴിച്ചിട്ടില്ല. തൊട്ടടുത്ത് ഇവർ കസിൻ്റെ ഒരു വീട് തന്നെയാണ്. അപ്പോൾ അതിലാണ് ഒരു കിണറുള്ളത്. അപ്പോൾ ആ കിണറ്റിൽ നമ്മൾ വെള്ളം എടുക്കാനുള്ള അവകാശം ഇവർ രേഖാമൂലം എഴുതി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, ഈ ഒരു പ്ലോട്ടിൽ തന്നെ കിണറിന് സ്ഥാനമുണ്ട്. സാധാരണ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ്. അത് കൂടാണ്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീടാണ്, കണ്ടംപററി സ്റ്റൈലിലുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ്. അപ്പോൾ ഇതിനവർ ഉദ്ദേശിക്കുന്ന വില 32 ലക്ഷം രൂപയാണ്. 32 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി പട്ടർകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പട്ടർകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ 700 മീറ്റർ ഡിസ്റ്റൻസ് വരും പട്ടർകുളം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. നിലവിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ വരാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.